ടൈറ്റൻ പേടകം തകർന്ന സംഭവത്തിൽ ഓഷ്യൻ ഗേറ്റ് കമ്പനി മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ പുറത്ത്. ഡേവിഡ് ലോക്ക്രീഡ് എന്ന ജീവനക്കാരന്റേതാണ് മൊഴി. സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നതായി നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കമ്പനി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ കടുത്ത വീഴ്ച വരുത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട്. കഴിഞ്ഞ വർഷം ജൂണിലാണ് പേടകം പൊട്ടിത്തെറിച്ച് 5 പേർ മരിച്ചത്. ഐസൺ തുടരുന്നുണ്ട്. ഐസൺ, ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ട് പോലും ഒരു സുരക്ഷാ വീഴ്ച അവിടെ കൃത്യമായി സംഭവിച്ചു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും ദേവിക, ഡേവിഡ് ലോക്ക്രിഡ്ജിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് അദ്ദേഹം അതിൻ്റെ സുരക്ഷാ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ടൈറ്റൻ പേടകത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ഇത് മുൻ ജീവനക്കാരൻ കൂടിയായിരുന്നു. അദ്ദേഹം തന്നെ 2018 ഈ പേടകം അപകടകരമായ രീതിയിലാണ് സർവീസ് നടത്തുന്നത്, അല്ലെങ്കിൽ അത് മനുഷ്യരെ കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ US കോസ്റ്റ് ഗാർഡിന് നൽകിയ മൊഴിയിൽ, ഈ വിഷയം അന്വേഷിക്കുന്ന US കോസ്റ്റ് ഗാർഡിന് മുന്നിൽ നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. 2018 തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പേടകത്തിൽ താൻ യാത്ര ചെയ്യുക പോലും ചെയ്തില്ല, അത് പരീക്ഷിക്കുന്നതിനുള്ള യാത്ര ചെയ്യാൻ പോലുമുള്ള അടിസ്ഥാന സുരക്ഷ അതിനില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ചില വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അന്താരാഷ്ട്ര സബ്മറൈൻ സുരക്ഷാ ക്വാളിറ്റികളൊന്നും തന്നെ, അല്ലെങ്കിൽ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെ ഒരു കളിപ്പാട്ടം പോലെ നിർമ്മിച്ചെടുത്ത ഒരു സംവിധാനമാണിത്. ഇതിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങൾ പോലും നമുക്ക് ലോക്കൽ മാർക്കറ്റുകളിലെല്ലാം തന്നെ ലോകം മുഴുവനുള്ള ലോക്കൽ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്ന ഇലക്ട്രോണിക് ഗെയിംസിൻ്റെ കൺട്രോൾ ഹാൻഡിൽ സംവിധാനങ്ങളെല്ലാമാണ് ഉപയോഗിച്ചത്, നിയന്ത്രിച്ചിരുന്നത്. അത്തരത്തിലുള്ള നിരവധിയായ ആരോപണങ്ങൾ അന്നേ തന്നെ വന്നിരുന്നു. മാത്രമല്ല, ഈ അണ്ടർ കറണ്ടുകൾ നിരീക്ഷിക്കുന്നതിനുള്ള ഹൈഡ്രോഗ്രാഫിക് സംവിധാനങ്ങളൊന്നും തന്നെ ഇതിൽ കൃത്യമായി ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഇൻസിറ്റു സിറ്റുവേഷൻ, അതായത് വെള്ളത്തിനടിയിൽ എത്തിപ്പെട്ടതിന് ശേഷം ആ പരിസരത്ത് ഏത് രീതിയിലുള്ള അവസ്ഥയാണുള്ളതെന്ന് സ്വയം നിരീക്ഷിക്കുന്നതിനും അതിനനുസരിച്ച് പ്രതികരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ എല്ലാ സബ്മറൈനുകളിലും ഉണ്ടാവും. അതൊന്നും തന്നെ ഇല്ലാത്ത ഒരു കുട്ടി പേടകം മാത്രമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് ഒട്ടും മെച്ചുവേർഡായ ഒരു ക്രിയേഷൻ ആയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെയധികം ഉണ്ടെന്ന് നൽകിയ വിവരങ്ങളിൽ അന്ന് തന്നെ സൂചനകൾ നൽകിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇത് കഴിഞ്ഞ 2023 ജൂണിൽ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയല്ല ചെയ്തത്, ഞെരിഞ്ഞമരുകയാണ് ചെയ്തത്. ഇംപ്ലോഷൻ എന്നാണ് സാങ്കേതികമായി പറയുന്ന പേര് തന്നെ. ഞെരിഞ്ഞമരുകയായിരുന്നു. അതിമർദ്ദത്തിൽ ഞെരിഞ്ഞമരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ വിഷയം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും മനുഷ്യജീവൻ വെച്ചുള്ള വലിയൊരു കളിയാണ് നടന്നത്, അല്ലെങ്കിൽ ഒരു നിരുത്തരവാദപരമായ നിലപാടാണ് ഓഷ്യൻ ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് സുരക്ഷാ ജീവനക്കാരൻ്റെ മൊഴിയിൽ നിന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.